ശ്രീലേഖ മാഡം മറുനാടിനോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യം ടോയ്ലറ്റിൽ പോകാൻ പോലും പറ്റാത്ത സാഹചര്യമാണ്. ബാത്റൂമിൽ പോകാൻ പറ്റില്ല, പിടിച്ചു വയ്ക്കും. കൈ കഴുകാനും പറ്റത്തില്ല, ബാത്റൂമിൽ പോകാനും പറ്റില്ല. എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ വീട്ടിലോട്ട് പോകും, പോയിട്ട് തിരിച്ചു വരും. കൗൺസിലറുടെ തിട്ടൂരം അനുസരിക്കില്ല എന്ന് പറഞ്ഞ പ്രശാന്ത് ഒടുവിൽ വിവാദങ്ങൾ അവസാനിപ്പിക്കാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുകയാണ് എന്ന് വ്യക്തമാവുകയാണ്. നമസ്കാരം. ശാസ്തമംഗലം വാർഡ് കൗൺസിലറും BJP നേതാവുമായ R ശ്രീലേഖയും VK പ്രശാന്തുമായുള്ള തർക്കത്തിന് ഒടുവിൽ VK പ്രശാന്ത് MLA അദ്ദേഹത്തിൻ്റെ ഓഫീസ് ഒഴിയുകയാണ് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്ത് വരുന്നത്. ശാസ്തമംഗലത്തെ ഓഫീസാണ് MLA ഒഴിയുന്നത്. പകരം മരുതൻകുഴിയിലാണ് പുതിയ ഓഫീസ് പ്രവർത്തിക്കുക എന്നാണ് MLAയുമായി ബന്ധപ്പെട്ടവർ നമുക്ക് നൽകുന്ന വിവരം. ഇവിടേക്ക് പ്രവർത്തനം മാറ്റാനാണ് നിലവിലുള്ള തീരുമാനം. നേരത്തെ ഇരുവരും തമ്മിലുള്ള ഓഫീസ് കെട്ടിട തർക്കം വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP അധികാരമേറ്റതിന് പിന്നാലെയായിരുന്നു ഓഫീസ് കെട്ടിടവുമായി ബന്ധപ്പെട്ടുള്ള തർക്കം ഉടലെടുത്തത്. എന്തായാലും ഇക്കഴിഞ്ഞ ദിവസം ശ്രീലേഖ മാഡം മറുനാടിനോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യം ടോയ്ലറ്റിൽ പോകാൻ പോലും പറ്റാത്ത സാഹചര്യമാണ്. ഇപ്പോൾ ഓഫീസ് തുടങ്ങിയിട്ട് 8 ദിവസമായി. അപ്പോൾ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്തു. നല്ല കാര്യം, കുഴപ്പമില്ല. ആളുകളൊക്കെ വരുന്നുണ്ട്, എല്ലാവർക്കും അറിഞ്ഞു തുടങ്ങി. അവരവരുടെ ഓരോ കാര്യങ്ങൾക്കായിട്ട് ഇവിടെ വരുന്നു, ഞാൻ സഹായിക്കുന്നു. അസൗകര്യങ്ങൾ കാരണം ബാത്റൂമിലൊക്കെ പോകാനാണെങ്കിൽ എന്ത് ചെയ്യും? ബാത്റൂമിൽ പോകാൻ പറ്റില്ല, പിടിച്ചു വയ്ക്കും. കൈ കഴുകാനും പറ്റത്തില്ല, ബാത്റൂമിൽ പോകാനും പറ്റില്ല. അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞാനിവിടെ വന്നിരിക്കും, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. പിന്നെ എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ വീട്ടിലോട്ട് പോകും, പോയിട്ട് തിരിച്ചു വരും. ജനങ്ങളൊക്കെ വന്നു തുടങ്ങി. ഒരുപാട് പേര് വരുന്നുണ്ട്. 10, 30, 40 പേര് വെച്ച് വീട്ടിലും വരുന്നുണ്ട്, ഇവിടെയും വരുന്നുണ്ട്. പലർക്കും പക്ഷേ കൂടുതലായിട്ട് പരിപാടികൾക്ക് പോകണം എന്നുള്ളതാണ് ആഗ്രഹം. പല പരിപാടികളിലും ഞാൻ പോയി സംസാരിക്കണം എന്നുള്ളതാണ് ആഗ്രഹം. അവിടെ കൊച്ചു കൊച്ചു കാര്യങ്ങളുണ്ട്. അവിടെ സർട്ടിഫിക്കറ്റ്സ് ഒപ്പിടാനായിട്ടും പിന്നെ പെൻഷന് വേണ്ടിയിട്ടും പിന്നെ പല കംപ്ലയിൻസ് ആയിട്ടും ഒക്കെ ആളുകൾ വരുന്നുണ്ട്. അതൊക്കെ ചെയ്തു കൊടുക്കുന്നു. പിന്നെ കുറേ സജഷൻസ് വരുന്നുണ്ട്, നല്ല നല്ല കുറേ റിക്വസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടി ചെയ്യുന്നുണ്ട്. പക്ഷേ കൂടുതലായിട്ടും അവർ വരുന്നത് തന്നെ ഇങ്ങനെ ഓരോ ചർച്ചകൾക്ക്, പരിപാടികൾക്ക്, പല പ്രോഗ്രാംസിന് ക്ഷണിക്കാനൊക്കെയാണ്. പിന്നെ ആളുകൾ ചുമ്മാ കാണാനും വരുന്നുണ്ട്, ഫോട്ടോ എടുക്കണം, കാണുക. അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ വീട്ടിൽ പോകേണ്ട അവസ്ഥയാണ്. അതുകൂടാതെ ഇതിനു മുൻപ് ഈ ഒരു ഓഫീസിന് ചുറ്റും ഉണ്ടായിരുന്ന മാലിന്യ പ്രശ്നം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ശ്രീലേഖ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിനെ തുടർന്നാണ് നഗരസഭ വൃത്തിയാക്കുന്നതും അത്തരത്തിലുള്ളൊരു നടപടി സ്വീകരിക്കുന്നതും. എന്തായാലും അവസാന ഘട്ടത്തിൽ VK പ്രശാന്ത് MLA ഇവിടെ നിന്നും ഓഫീസ് ഒഴിയാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ടാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ഏറെ വിവാദങ്ങൾക്കൊടുവിലാണ് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യമായ കാര്യം. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കാൻ വേണ്ടി പോകുന്നു. ഇതിന് പിന്നാലെയാണ് VK പ്രശാന്ത് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വാർഡ് കൗൺസിലർ R ശ്രീലേഖയുമായുള്ള പോര് മുറുകിയ പശ്ചാത്തലത്തിൽ ഓഫീസ് മരുതൻകുഴിയിലേക്ക് മാറ്റാൻ MLA നിലവിലിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു. കൗൺസിലറുടെ തിട്ടൂരം അനുസരിക്കില്ല എന്ന് പറഞ്ഞ പ്രശാന്ത് ഒടുവിൽ വിവാദങ്ങൾ അവസാനിപ്പിക്കാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുകയാണ് എന്ന് വ്യക്തമാവുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ വിവാദം ചർച്ചയാകാതിരിക്കാനാണ് ഇത്തരത്തിലൊരു തീരുമാനമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശാസ്തമംഗലം ജംഗ്ഷനിലെ കോർപ്പറേഷൻ കെട്ടിടത്തിൽ വാടകയ്ക്ക് പ്രവർത്തിക്കുന്ന MLA ഓഫീസ് ഒഴിയണമെന്ന് കൗൺസിലറായ R ശ്രീലേഖ ആവശ്യപ്പെട്ടതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. ഇത് രാഷ്ട്രീയ അഹങ്കാരമാണ് എന്ന നിലപാടിലായിരുന്നു പ്രശാന്ത് ഉണ്ടായിരുന്നത്. എന്നാൽ ഓഫീസ് മാറ്റം ആവശ്യപ്പെട്ടത് വ്യക്തിപരമായ വിദ്വേഷം കൊണ്ടല്ല എന്നും സൗഹൃദപരമായ അഭ്യർത്ഥന മാത്രമാണ് എന്നുമാണ് ശ്രീലേഖ വിശദീകരിച്ചത്. തർക്കം മുറുകുന്നതിനിടെ MLA ഓഫീസിലെ ബോർഡിന് മുകളിൽ കൗൺസിലർ സ്വന്തം പേരെഴുതിയ ബോർഡ് സ്ഥാപിക്കുകയും ചെയ്തു ശ്രീലേഖ.
MLAക്ക് മുകളിൽ താനാണ് എന്ന സന്ദേശം നൽകാനാണ് ശ്രീലേഖ ശ്രമിച്ചത് എന്ന ആക്ഷേപവും ഉയർന്നു. ഇതിന് പിന്നാലെ ഓഫീസ് വാടക സംബന്ധിച്ച വിവരാവകാശ രേഖകളും പുറത്തു വരികയുണ്ടായി. ഇത് സർക്കാരിനും തിരിച്ചടിയാവുകയും ചെയ്തു. കോൺഗ്രസും പ്രശാന്തിനെതിരായ നിലപാടെടുക്കുകയും ചെയ്തു. വിവാദങ്ങൾക്കില്ല, വികസനത്തിനാണ് ജനം ഞങ്ങളെ തിരഞ്ഞെടുത്തത് എന്ന നിലപാടിലേക്ക് VK പ്രശാന്ത് മാറുകയും ചെയ്തു. 100 കണക്കിന് ആളുകൾ എത്തുന്ന MLA ഓഫീസിന് കൂടുതൽ സൗകര്യപ്രദമായ സ്ഥലം മരുതൻകുഴിയിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് പ്രശാന്ത് നിലവിൽ പറഞ്ഞിരിക്കുന്നത്. തനിക്കെതിരെ വ്യക്തിപരമായ അപവാദം പ്രചരിപ്പിക്കാൻ ചില കേന്ദ്രങ്ങൾ ശ്രമിച്ചതായി പ്രശാന്ത് ആരോപിക്കുകയും ചെയ്യുന്നു. എന്തായാലും അവസാന ഘട്ടത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ ഒരു സമയത്ത് പ്രശാന്ത് MLA ആ ഒരു കടുംപിടുത്തം മാറ്റിയിരിക്കുന്നു. MLA ഓഫീസ് മറ്റൊരു സ്ഥലത്തേക്ക് മരുതൻകുഴിയിലുള്ള ഭാഗത്തേക്ക് മാറ്റുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ് പുറത്ത് വരുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.